ബസ്സിൽ പോകുമ്പോ അന്ന് മറ്റേ ഇപ്പൊ കയറ് വലിച്ചിട്ടാണല്ലോ ഇത്. അപ്പൊ എന്റെ സ്റ്റോപ്പിൽ നിർത്തില്ല. അപ്പൊ ഞാൻ കത്തി വാങ്ങി വരികയായിരുന്നു. കത്തി മറ്റേ മൂർച്ച കൂട്ടാനൊക്കെ അതും കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു, റേഷൻ കടയിൽ സാധനമൊക്കെ ഉണ്ടത് എല്ലാം കൂടി കൂട്ടി. അപ്പൊ അവിടെ സ്റ്റോപ്പ് ഇല്ല ശരിക്കും, പക്ഷെ അവിടെ നിർത്താറുണ്ട് വണ്ടി. അപ്പൊ അവിടെ നിർത്തി അയാൾ മുന്നു കൊണ്ട് സ്റ്റോപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിർത്താൻ പറ്റില്ല, ഇതിന്റെ ആവശ്യം ഞാൻ വെട്ടി. ശരിക്കും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ബസ്സിലുള്ള നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുക, നീ ഇപ്പൊ ബസ് കയറാത്തോണ്ടാണെന്ന് ഇപ്പോഴും പറയും. അവാർഡ് കിട്ടിയ സമയത്തും അങ്ങനെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വിപ്ലവകാരിയാണെന്ന്. ഞാൻ കുറച്ചൊരു സ്പൈസി ചോദ്യം ചോദിക്കട്ടെ. എന്താണ് സ്പൈസി? ചേച്ചിക്ക് ഒരു സിനിമ വരുവാണ്, വളരെ കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷെ നമ്മളതിനകത്ത് ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടൊക്കെ അഭിനയിക്കണം, കുറച്ച് വയറൊക്കെ കാണിച്ച് ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എടുക്കോ ഇല്ലയോ? കൂടെ ഒക്കെ ഒന്ന് ഷേപ്പ് ആയിട്ടാണെങ്കിൽ കാണിക്കാം, കാണാൻ പറ്റുന്നൊരു. അല്ല ഇപ്പോ ആ സിനിമയ്ക്ക് ഇപ്പൊ എല്ലാരും പറയുന്നത് പോലെ നമുക്കത് എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ ആ സീൻ അത് ഓക്കെ ആണ്, ആ സീൻ ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ല. ബാൻഡിറ്റ് ക്യൂൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഫൂലൻ ദേവിനെ വെച്ചിട്ടുള്ള സിനിമ. അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസ് അതിൽ നഗ്നയായിട്ട് നടക്കുന്നുണ്ട്. അത് ഫുലൻ ദേവി അങ്ങനെ നടത്തിച്ചിട്ടുണ്ടായിരുന്നു, അത് അവരുടെ റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ സീമ ബിശ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസിന് അതേപോലത്തെ ഒരു കഥ വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലുള്ള ഒരു രീതിയിലാണ് ആ സിനിമ. വെറുതെ ഇത് അപ്പം അങ്ങനെയുള്ള സിനിമയ്ക്ക് എന്നെ വിളിക്കില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് അത് കണ്ടന്റ് വൈസും അങ്ങനത്തെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു സിനിമയാണെങ്കിൽ എന്തുകൊണ്ട്, ഞാനൊരു അഭിനേത്രിയല്ലേ, ആ നിലയ്ക്ക് അഭിനയിക്കും. അപ്പം ഈ പത്മയിലും കുറച്ച് അങ്ങനത്തെ സീനല്ല. അപ്പൊ അനുപേട്ടനൊക്കെ ആയിട്ട് പ്രണയമൊക്കെ ഒന്നും ഞാൻ അങ്ങനെ അഭിനയിക്കാറൊന്നുമില്ല. അപ്പൊ ഈ സിനിമയിലാണ് അങ്ങനെ പ്രണയിക്കാൻ പറയുമ്പോൾ നാണോ എന്ന്. അല്ല അനുപേട്ടൻ കൂടെ വന്നിട്ട് നീ എന്തോ നാട് ഈ കാണിച്ച് വന്ന് പഴയ നായികമാരെ ആരെങ്കിലും വിളിക്കണം തോന്നുന്നുണ്ട്. ഇല്ല നീ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ അവിടെ കൊണ്ട് നിർത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് നാളാണ്. കുറച്ച് വയറൊക്കെ കാണിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാം, എന്റെ കുറച്ച് ഫാറ്റ് ഒക്കെ കുറയ്ക്കട്ടെ എന്ന് പറഞ്ഞാണോ? ഭയങ്കര വർക്ക്ഔട്ടിന്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. അതല്ല, പിന്നെ എന്താണ്, നമ്മുടെ കൊറോണ ടൈമിൽ നമ്മൾ ഇങ്ങനെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആകെ ഒരു കുഞ്ഞു ശരീരം, എവിടേക്കെങ്കിലും ഒക്കെ പോയിട്ട് ഈ ഫാറ്റിനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ചധികം തടിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രൂപേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പച്ചക്കറി കടയിൽ ഞങ്ങൾ പച്ചക്കറി വന്നപ്പോൾ അവൻ വരുന്നുണ്ട്, ഇതെന്താ സിനിമ, ഇനി അല്ലെങ്കിൽ തന്നെ നീ അമ്മയായിട്ടാണ് സിനിമയിൽ, ഇനി ഈ കൊറോണ കഴിയുമ്പോഴത്തേ നിന്നെ അമ്മൂമ്മയാക്കൂട്ടോന്നാണ്. അപ്പോൾ അന്ന് ജിമ്മില്ല. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ വെറുതെ വൈകുന്നേരങ്ങളിൽ വർക്കൗട്ടൊക്കെ ചെറിയതൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ലൈഫ് ജിം കാലിക്കറ്റ് ഉള്ള, അപ്പോൾ അവിടെ പോയി ചെറിയ രീതിയിലൊക്കെ. അപ്പം നമുക്ക് തന്നെ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഒരു 4 പാക്ക് ഒക്കെ ഞാൻ ആക്കി. ഇപ്പല്ല, ഇല്ല അതൊക്കെ മോളെ അപ്പോഴാണ് എനിക്ക് ജിമ്മന്മാരോടൊക്കെ ഒരു ആരാധന തോന്നിപ്പോയത്.